തോൽക്കാൻ മനസ്സില്ല. തടസ്സങ്ങളിൽ തട്ടി വീഴുന്നവരല്ല നമ്മൾ, അതിനെ മറികടക്കുന്നവരാണ്. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ. ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ച് കളിക്കുന്ന സ്റ്റേജ്. കാറ്റിൻ്റെ അലകളിലേറി മധുരസംഗീതം ഹാളിനകത്ത് ഒഴുകി വഴിയുന്നു. നർത്തകരാരാണ്, കാണികൾ ആരാണ് എന്ന് വേർതിരിക്കാനാവില്ല. കാറ്റത്തുലയുന്ന പൂമരങ്ങളെപ്പോലെ സകലരും ചുവടുവെച്ചാടുകയാണ്. പല വർണ്ണങ്ങളിൽ പുഞ്ചിരി പൊഴിക്കുന്ന വൈദ്യുത വിളക്കുകൾ പോലും അതിൽ പങ്കുചേരുന്നു എന്ന് തോന്നും. പെട്ടെന്നാണത് സംഭവിച്ചത്. ബ്രേക്കിട്ടതുപോലെ കൊട്ടും പാട്ടും നിലച്ചു. സംഗതി മറ്റൊന്നുമല്ല, സ്റ്റീഫൻ വീണ്ടും കുഴഞ്ഞു വീണിരിക്കുന്നു. കൂട്ടുകാരെല്ലാം ചേർന്ന് സ്റ്റീഫനെ സാവകാശം എഴുന്നേറ്റിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഏറെ നേരത്തെ ശ്രമം വേണ്ടിവന്നു അതിന്. ഇതിപ്പോൾ തുടരെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വഞ്ചി തുഴയുന്നതിനിടയിലും സ്റ്റീഫൻ കുഴഞ്ഞു വീണിരുന്നു. ഇപ്പോൾ അവന് സംസാരശേഷിയും നഷ്ടമാവുന്നുണ്ട്. 21 വയസ്സ് മാത്രം പ്രായമായ ഒരു ചെറുപ്പക്കാരൻ. അവനിങ്ങനെ ഇടയ്ക്കിടെ കുഴഞ്ഞു വീഴാൻ കാരണമെന്താവും? നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി. സ്റ്റീഫൻ ഇനി ഏറെയൊന്നും ജീവിക്കാനാവില്ല. ഏറിയാൽ 2 വർഷം മാത്രം. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വെളിച്ചം കെട്ടുപോയിരുന്നു. പതുക്കെ ശരീരത്തിൻ്റെ ചലനമറ്റുപോകും. സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞു തീരെ ഇല്ലാതാവും. മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളാകെ ക്ഷീണിച്ചു പോകുന്നതാണ് അസുഖം. അപൂർവമായ രോഗം. പൂമ്പാറ്റ ചിറകുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനിതാ മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് പറന്നടുക്കുകയാണ്. 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് പിറന്ന കുഞ്ഞ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സ്നേഹധനനായ പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ്, വാത്സല്യനിധിയായ മാതാവ് ഇസബൽ ഹോക്കിംഗ്. വലിയ സമ്പന്നരല്ലെങ്കിലും മകനെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ മോഹിച്ച അച്ഛനമ്മമാർ. ഗണിതത്തിലും സയൻസിലും കുട്ടിക്കുള്ള താല്പര്യത്തെ പിന്തുണയ്ക്കുന്നതിൽ അവർ കാണിച്ച ഉത്സാഹം. സ്കൂളിലെ കൂട്ടുകാരും കളികളും കോളേജിലെ പഠനവും വിനോദവും എല്ലാം കൈവിടുകയാണ്. ആരും തളർന്നു പോകുന്ന നിമിഷം. എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല. 8ാം ക്ലാസ്സിൽ പാഠങ്ങൾ പോലും നന്നായി വായിക്കാൻ കഴിയാതിരുന്ന അവൻ സ്വന്തം പരിശ്രമം കൊണ്ട് കോളേജ് പഠനം വരെ മുന്നേറി വന്നതാണ്. മരണത്തിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന മാരക രോഗത്തോട് മല്ലടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. തോറ്റുകൊടുക്കാതെ തുടർന്നും 5.5 പതിറ്റാണ്ട് ജീവിച്ചു. വെറുതെ അങ്ങ് ജീവിക്കുകയല്ല, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചുകയറി തന്നെ ജീവിച്ചു. ഇന്നേ വരെ ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞരുടെ മുൻനിരയിൽ തന്നെ. പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതി യന്ത്രങ്ങളുടെ സഹായത്തോടെ ആയിരക്കണക്കിന് ആളുകളുമായി സംസാരിച്ച് അധികമൊന്നും ശരീരം ഇളക്കാനാവാതെ വീൽചെയറിലിരുന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞും എഴുതിയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയും ആ വിസ്മയ ജീവിതം 76 കൊല്ലം തുടർന്നു. ലോകത്തിൻ്റെ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങി. ഏവർക്കും വെളിച്ചം പകർന്നുകൊണ്ട് തന്നെ. 2018 മാർച്ച് 14 മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തും മുമ്പേ അദ്ദേഹം മരണത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഒന്നും ഒറ്റയ്ക്കായിരുന്നില്ല. എന്തിനും അച്ഛനമ്മമാർ ഒപ്പം നിന്നു. കോളേജ് പഠനകാലത്തെ കൂട്ടുകാരിയായ ജെയിൻ വൈൽഡ് മാറാരോഗമുണ്ടെന്നറിഞ്ഞിട്ടും ജീവിത പങ്കാളിയായി കൂടെ നിന്നു. അവരുടെ കൂട്ടുജീവിതത്തിൽ പിറന്ന 3 മക്കൾ. അവരടക്കം അനേകരുടെ കനിവും കരുതലുമാണ് തന്നെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കാറുണ്ടായിരുന്നു. നാമെല്ലാം വ്യത്യസ്തരാണ്, പക്ഷേ നാമെല്ലാം മനുഷ്യരാണ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്യം സ്വന്തം ജീവിതത്തിൽ നിന്നു തന്നെ മുളച്ചു വന്നതാവും. മരണത്തിൻ്റെ മണം പരത്തുന്ന രോഗത്തെ പഠനത്തിൽ ആണ്ടുമുങ്ങിയാണ് അദ്ദേഹം മറികടന്നത്. പഠിക്കുക, ഇനിയും പഠിക്കുക, ഇനിയും ആഴത്തിൽ പഠിക്കുക. അതായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച വഴി. സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക. ജീവിതം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്.